അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള കരാറ്, താരിഫ് യുദ്ധം അത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ. ഇന്ത്യ അതിൽ ബഹളം വെക്കാറില്ല. ട്രംപ് അങ്ങനെ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൻ്റെ രീതി. ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ വന്നിരിക്കുന്നത് ട്രംപ് തന്നെയാണ് അതും പറയുന്നത്. മോദി നിഷേധിച്ചിട്ടില്ല. അത് ഇങ്ങനെയാണ്: ഇന്ത്യയുമായി സമ്പൂർണ്ണമായി എല്ലാ തർക്കങ്ങളും തീർന്നിരിക്കുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ നേരത്തെ പറഞ്ഞിരുന്നത് 50 ആക്കി 75 ആക്കി 100 ആക്കും എന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണല്ലോ താരിഫ്. അപ്പോൾ ഇപ്പോൾ അത് 18% ഉറപ്പിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി 18% താരിഫ് ഉള്ളൂ, ഉറപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല ട്രംപ് തന്നെ പറയുന്നത് ശരിയാണെങ്കിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വരണം ഇന്ത്യൻ സൈഡിൽ നിന്ന്. ട്രംപ് പറയുന്നത് ഞങ്ങളുടെ സ്നേഹപൂർവ്വം എല്ലാം അംഗീകരിച്ചിരിക്കുന്നു, എൻ്റെ ഡിമാൻഡ് മുഴുവൻ ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നു എന്ന്. അതിലൊന്ന്, റഷ്യയിൽ നിന്ന് ഒരു തുള്ളി എണ്ണയും ഇനി ഇന്ത്യ വാങ്ങാൻ പാടില്ല, വാങ്ങൂല എന്ന് ഇന്ത്യ സമ്മതിച്ചു എന്നാണ്. രണ്ടാമത്തെ കാര്യം, വെനിസുലയുടെ എണ്ണ പകരം വാങ്ങാം. വെനിസുലയുടെ എണ്ണ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ അത് അമേരിക്കൻ എണ്ണ തന്നെയാണ്. വെനിസുലയെ പോയി വിഴുങ്ങി അവിടുത്തെ എണ്ണ ഊറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയാണ്. അത് വാങ്ങാമെന്ന് ഇന്ത്യ സമ്മതിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട അപകടം. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു ചിത്രം ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, മറുവശം പ്രതിരോധിച്ചിട്ട് ചെറുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്തൊരു കീഴടങ്ങലിൻ്റെ സ്വരം മൊത്തത്തിൽ ഈ എപ്പിസോഡിൽ ഇപ്പോഴത്തെ ഈ അന്തിമമായ കരാറിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ കാണുന്നുണ്ട്. എന്താണ് യാഥാർത്ഥ്യം? യാഥാർത്ഥ്യം എന്താണെന്ന് പുറത്തു വന്നിട്ടില്ല. ഇവിടെ ഈ ട്രംപ് ഈ ജമ്പിങ് ദ ഗൺ എന്ന് പറയില്ല, അങ്ങനെ ചെയ്യുന്ന സ്വഭാവക്കാരനാണ്. ഈ കരാർ നേരത്തെ മുതൽ ചർച്ച ചെയ്തിരിക്കുക. ട്രംപ് ഈ ബഹളമൊക്കെ വയ്ക്കുമ്പോഴും ഇന്ത്യയുടെ 32 ടീം 32 സെക്ടറായിട്ട് ഈ താരിഫിനെ തിരിച്ചിട്ട് പല സാധനങ്ങളുടെ താരിഫ് ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്കയും വേണ്ടി പുറകെ. എത്രയോ തവണ അമേരിക്കക്കാർ ഇവിടെ വന്നു, നമ്മൾ അവിടെ പോയി ആ പീയൂഷ് ഗോയൽ കഷ്ടപ്പെട്ടതിന് കയ്യും കണക്കില്ല, ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി എത്തിക്കാം. അപ്പം നിങ്ങളുടെ പ്രസിഡൻറ്റ്, അവർ പറഞ്ഞു പ്രസിഡൻറ്റ് ബഹളം വെച്ചോട്ടെ എന്ന്, അത് ഞങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം, നിങ്ങളത് വിട്, പ്രസിഡൻറ്റിൻ്റെ ബഹളം നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മളൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രസിഡൻറ്റിനോട് പറഞ്ഞ് നമുക്ക് സമ്മതിപ്പിക്കാം. ഞങ്ങളുടെ പ്രസിഡൻറ്റ് ഒരു ബഹളക്കാരനായി പോയി, ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? ശരിയാണ്, ആൾ പ്രസിഡൻ്റാണ്, പുള്ളി ബഹളം വെച്ചോട്ടെ. പുള്ളി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറയുന്നത് നിങ്ങളെ അപമാനിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും, പുള്ളി അത് കാര്യമാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത് ഏകദേശം ഒരു ലെവലിലെത്തി, ഒപ്പിടാനുള്ള ഇതെത്തി. അങ്ങനെയാണ് ജയശങ്കർ ഇന്നലെ അമേരിക്കയിലേക്ക് പോകുന്നത്. ഇന്നലെ അദ്ദേഹം അവിടെ പോയി ഇറങ്ങി ഇതെല്ലാം ക്ലിയറായി എന്ന് ട്രംപിന് ബോധ്യം വന്നു കഴിയുമ്പോൾ ട്രംപ് കയറി ഒരു അടിയടിച്ചു. ട്രംപിനറിയാം, ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതുന്ന സമയത്ത് ഇന്ത്യയിൽ രാത്രി ഏകദേശം 10 മണിയായി. സാധാരണഗതിയിൽ ഇതുപോലത്തെ പ്രധാനപ്പെട്ട കരാറുകൾ അത് ഇതൊക്കെ 2 രാജ്യങ്ങൾക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ടൈമിലാണ് ആൾക്കാർ അനൗൺസ് ചെയ്യാറുള്ളത്. ഇന്ത്യക്കും അമേരിക്കയ്ക്കും കൺവീനിയൻ്റ് ആയൊരു സമയം. ഇപ്പോൾ വൈകുന്നേരം 5 മണി എന്ന് വെച്ചോ, 2 പേർക്കും കൺവീനിയൻ്റ് ആണ്. ഓക്കെ, നൗ ലെറ്റ് us അനൗൺസ്. അപ്പോൾ ആദ്യം ആരനൗൺസ് ചെയ്യുന്നു? ഞാൻ ചെയ്യണോ നിങ്ങൾ ചെയ്യണം? ആ ഒരു കാര്യം ചേട്ടൻ തന്നെ ചെയ്തു, റെഡി. അപ്പോൾ ഞാൻ ഇതാണ് എഴുതാൻ പോകുന്നത്, കോൺട്രഡിക്ഷൻ വരരുത്. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണിത് ചെയ്യുന്നത്. യൂറോപ്പുമായി നമ്മൾ കംപ്ലീറ്റ് യൂറോപ്യൻ യൂണിയനുമായിട്ട് കരാർ എത്ര ഫോർമലായിട്ട് കംപ്ലീറ്റ് എല്ലാം തീർന്നു. അവർ വരുന്നു, നമ്മൾ പോകുന്നു, കിതാബ് വയ്ക്കുന്നു, സൈൻ ചെയ്യുന്നു, എല്ലാം അതിൻ്റെ വിധിപ്രകാരം ചെയ്തു. 2 പേർക്കും കേടില്ലാത്ത സമയത്ത്, 2 രാജ്യങ്ങളും ഉണർന്നിരിക്കുന്ന സമയത്ത് ട്രംപ് ഇത് ചെയ്യില്ല. മനുഷ്യർ ഉറങ്ങി കിടക്കുന്ന സമയത്ത് അങ്ങേരെ എണീറ്റിരിക്കും, എന്നിട്ട് അങ്ങേരെ അടിക്കും. പലപ്പോഴും അമേരിക്കക്കാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇങ്ങേര് വെനിസുലയെ ചീത്ത പറഞ്ഞുകൊണ്ട് ഒരു ട്രൂത്ത് സോഷ്യൽ അടിക്കുന്നത്. വെനിസുലയെ ഉറങ്ങുന്നു, അമേരിക്കയെ ഉറങ്ങുന്നു. നേരം വെളുത്ത് കഴിയുമ്പോഴാണ് ഇതറിയുന്നത്. അതല്ല, രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്ന പത്രക്കാർ, ട്രൂത്ത് സോഷ്യൽ നോക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർ രാത്രി തന്നെ ബഹളം തുടങ്ങും. ഇങ്ങനെ മനുഷ്യനെ ഉപദ്രവിക്കുക, മിസ്ചീഫ്, ഇത് ട്രംപിൻ്റെ ഒരു സ്വഭാവമാണ്. ഇപ്പോൾ ട്രംപ് ഇട്ട ട്രൂത്ത് സോഷ്യൽ ഇതുകളിൽ എല്ലാം നരേന്ദ്രമോദി കീഴടങ്ങിയെന്നുള്ള മട്ടിലാണ് ശനിട്ടിരിക്കുന്നത്.
എല്ലാം പറയുന്ന അദ്ദേഹമാണ്. നരേന്ദ്രമോദി തിരിച്ചു കൊടുത്ത ഇല്ല. മറുപടി സാർ നോക്ക്, ഒരക്ഷരം ഈ പറഞ്ഞതിനെ പറ്റി അങ്ങേര് ഇല്ല. എഴുതിയില്ല. അങ്ങേര് വേറെ വർത്തമാനം പറയുന്നു. 18% ആക്കിയതിൽ സന്തോഷം. ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കാര്യം നരേന്ദ്രമോദി ഇല്ലാത്ത കാര്യം പറയുകയാണ്. ട്രംപിൻ്റെ സമാധാന ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ. എവിടെ സമാധാന ശ്രമം? അങ്ങേര് USS ഇബ്രാഹിം ലിങ്കൺ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇറാനെ വിരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിടത്തും ട്രംപ് ഇപ്പോൾ സമാധാന ശ്രമം നടത്തുന്നില്ല. അങ്ങനെ നടത്താത്ത സമാധാന ശ്രമത്തിന് പരിപൂർണ പിന്തുണ. 140 കോടി ജനങ്ങളുടെ പിന്തുണ ദേ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് മോദി. ട്രോളായിരിക്കും. ട്രോളാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങേര് മോദി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നു, ഇങ്ങേര് ട്രംപ് ഈസ് മൈ ഗ്രേറ്റ് ഫ്രണ്ട് എന്ന് പറയുന്നു. ഒരു ഡിഗ്രി കൂട്ടി. ആർക്കും കൃത്യം അറിയില്ല. ട്രംപ് 18% ആക്കി എന്ന് പറയും. നമ്മുടെ താരിഫ് എത്രയായിരുന്നു? 25%. അത് റെസിപ്രോക്കൽ താരിഫാണ്. 25% അവർ നമുക്ക് അടിക്കും, 25% നമ്മൾ അങ്ങോട്ടും അടിക്കും. റെസിപ്രോക്കൽ. അതിൻ്റെ പുറത്താണ് റഷ്യൻ ഓയിലിൻ്റെ 25% കൂടെ അടിച്ചിട്ട് ഇങ്ങനെ 50 ആക്കി. ഇപ്പം ഇങ്ങനെ 18 എന്ന് പറയുന്നു. 18 എന്ന് പറയുമ്പോൾ 50-ൽ നിന്ന് 18 ആക്കിയതാണോ അതോ 25-ൽ നിന്ന് 18 ആക്കിയതാണോ? റഷ്യൻ ഓയിൽ വാങ്ങുകയില്ല എന്ന് ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട് എന്ന് ട്രംപ് പറയും. സമ്മതിച്ചു, അതുകൊണ്ട് ഞാൻ 25 കുറച്ചു. അതല്ലാതെ ബാക്ക് ടു ബാക്ക് താരിഫ് ഉള്ളത് 25-ൽ നിന്ന് ഞാൻ 18 ആക്കി എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി വന്നു. ഇപ്പോൾ ഈ സാധനം ഇൻഡസ്ട്രീസ് എല്ലാം ചോദിക്കുന്നത് ഇപ്പോൾ ടോട്ടൽ താരിഫ് എത്രയാണ്? 25-ഉം 18-ഉം 43 അതോ വെറും 18 ആണോ? ഇതിന് ഉത്തരമില്ല. അവരുടെ ചോദ്യം ന്യായമാണ്. നിങ്ങൾ 2 തവണയായിട്ടാണ് 25-25 നിങ്ങൾ 50 ആക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ 18 എന്ന് പറയുന്നു. അപ്പോൾ 50-ൽ നിന്ന് 18 ആക്കിയോ അതോ 25-18 ആക്കി മറ്റേ 25 നിൽക്കും? ബേസിക് 25 ഉണ്ടായിരുന്നത് അത് നിൽക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം 43 ആകും. ഇതിങ്ങനെ ക്ലിയർ ആക്കില്ല. ട്രംപ് ഒന്നും പറയില്ല. മോദിയാണെങ്കിൽ ട്രംപ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞതിന് മോദി ഉത്തരം കൊടുക്കും. ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ഉത്തരം കൊടുക്കുകയില്ല. ഉത്തരം കൊടുത്താൽ ഇതുപോലത്തെ വേഗ ഉത്തരമേ കൊടുക്കുകയുള്ളൂ. വാസ്തവത്തിൽ ട്രംപിൻ്റെ അടുത്ത് അതേ പറ്റുള്ളൂ. ശരിയാ, അത് ശരിയാണ്. ഈ ഓയിൽ വാങ്ങുന്നത് സാർ നോക്ക്. റഷ്യൻ ഓയിൽ വാങ്ങി റിഫൈൻ ചെയ്യുന്ന നമ്മുടെ ചില കമ്പനികളുണ്ട്. എല്ലാവർക്കും റഷ്യൻ ഓയിൽ വാങ്ങിയിട്ട് റിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓരോ ഓയിലിന് ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവമുള്ള ഓയിലെ ആ റിഫൈനറിയിൽ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റിഫൈനറിൽ കുറേ ചേഞ്ചസ് വരുത്തേണ്ടി വരും, പൈപ്പ് ലൈനിൽ കുറേ ചേഞ്ചസ് വരുത്തേണ്ടി വരും. അതിന് സമയം വേണം. ഇപ്പോൾ റഷ്യയിൽ നമ്മൾ ഓയിൽ വാങ്ങുന്നു, 1,00,000 ബാരൽ 2,00,000 ബാരലൊക്കെയാണ് അതുമായിട്ട് കപ്പൽ പുറപ്പെട്ടിരിക്കുന്നു. വഴിക്ക് വെച്ചെന്താ ഈ കപ്പലിനോട് നീ തിരിച്ചു പോടാൻ, നിൻ്റെ എണ്ണ വേണ്ട എന്ന് പറയുക. അതുപോലെ അവിടെ നിന്ന് ലോഡായിക്കൊണ്ടിരിക്കുന്നു കപ്പലിൽ എണ്ണ. ആ നിർത്ത് കയറ്റി എണ്ണ തിരിച്ചടിക്കുക എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ 3 മാസത്തേക്ക് 6 മാസത്തേക്കൊക്കെയാണ് ഇവരുടെ കരാറ്. അല്ലാതെ നമ്മൾ വൈകുന്നേരം പോയിട്ട് കടയിൽ നിന്ന് മണ്ണെണ്ണ മേടിക്കുന്ന പോലെ അല്ല ഈ എണ്ണ മേടിക്കുന്നത്. 6 മാസത്തേക്കുള്ള കരാറാണ്. ഇന്ന വിലയ്ക്ക് ഇത്ര ബാരൽ 6 മന്ത്സ് കൊണ്ട് ഡെലിവറി. ശരി, ഓക്കെ, റൈറ്റ്, ഡൺ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ 6 മാസത്തേക്ക് ആ കരാർ വാലിഡാണ്. വേറൊരു കടയിൽ വില കുറഞ്ഞ് കിട്ടിയ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിവൃത്തിയില്ല, അയാൾ ഞങ്ങളെ പേടിപ്പിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ കരാർ വേണ്ട എന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. മാന്യന്മാർ തമ്മിൽ കരാർ ഒപ്പിട്ടിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ച് മാറാൻ പറ്റുമോ? സോ ഇപ്പോൾ തന്നെ നമ്മുടെ റിഫൈനറീസ് പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെ കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും ഞങ്ങൾ ഏർപ്പെട്ട കരാറുണ്ട്, അത് ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, അത് കംപ്ലീറ്റ് ആയാലേ പറ്റുള്ളൂ. വെനസ്വേലൻ എണ്ണ അത് വേറൊരു എണ്ണയാണ്. അമേരിക്കയ്ക്കും ഉള്ള ബുദ്ധിമുട്ട് അതാണ്. വെനസ്വേലയിൽ നിന്ന് ട്രംപ് എണ്ണ കൊണ്ടുപോകും, എവിടെ കൊണ്ടുപോകും? അമേരിക്കൻ റിഫൈനറീസ് പറയുന്നത് വെനസ്വേലൻ എണ്ണ ഞങ്ങൾ റിഫൈൻ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ റിഫൈനറിയിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്തണം, ഇൻക്ലൂഡിങ് പൈപ്പ് ലൈൻ. കാരണം ഇത് പോർട്ടിൽ നിന്ന് പൈപ്പ് ലൈൻ വഴിക്കാണ് റിഫൈനറി വരെ പോകുന്നത്. ആ പൈപ്പ് ലൈനിൽ ഒരു പ്രത്യേക തിക്നെസ്, ഡെൻസിറ്റി, ഇതൊക്കെയുള്ള ഓയിൽ പോകാനായിട്ടാണ് ആ പൈപ്പ് ലൈൻ. അതിൻ്റെ ഡെൻസിറ്റിയൊക്കെ തകിടം മറിഞ്ഞു കഴിഞ്ഞാൽ ആ പൈപ്പ് ലൈനിൽ കൂടെ ഈ എണ്ണ പോവില്ല. ഇത് ഓരോ രാജ്യത്തെ എണ്ണയും തമ്മിൽ മെഴുകായിട്ടങ്ങ് ഉറച്ചു കിടക്കും. ആളുകൾ ഈ ക്രൂഡ് ഓയിൽ കാണാഞ്ഞിട്ടാണ്. ക്രൂഡ് ഓയിൽ വെറുതെ നമ്മുടെ ഈ ടാറുണ്ടല്ലോ, വീപ്പയിൽ ടാറ് കണ്ടിട്ടില്ല,
അതുപോലെ കട്ടയാണ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. അത് ശരി. ടാറ് വീപ്പം മറിച്ചിട്ട് കഴിഞ്ഞാൽ ആ ടാറ് വീപ്പയിൽ നിന്ന് കുറേശ്ശായിട്ട് ടാർ ഇങ്ങനെ പുറത്തു ഒരു 1 1.5 2 ദിവസം കഴിയുമ്പോൾ കുറച്ച് ടാറ് പുറത്തേക്ക് ഇറങ്ങി ഒഴുകി ഇങ്ങനെ കിടക്കുകയുള്ളൂ. അല്ലാതെ ടാറ് വീപ്പ് കംപ്ലീറ്റ് അങ്ങ് കാലിയാവില്ല. മണ്ണെണ്ണയുടെ വീപ്പയാണെങ്കിൽ ഇഷ്യൂ എന്ന് പറഞ്ഞ് കാലിയാവും. ശരി. അപ്പോൾ ഈ ആ ടാറ് പോലത്തെയാണ് ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ആളുകൾ ക്രൂഡ് ഓയിൽ കാണാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും? ക്രൂഡ് ഓയിൽ പമ്പ് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര സംഗതിയല്ല. ഓർഡിനറി പമ്പൊന്നും വെച്ച് അത് പമ്പ് ചെയ്യാൻ പറ്റില്ല, ഒഴുകില്ല. അത് അത്രയ്ക്ക് തിക്കാണ്. ടെമ്പറേച്ചർ, അമേരിക്കൻ ടെമ്പറേച്ചർ മൈനസിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ അനങ്ങാതെ കിടക്കും. വലിയ പ്രയാസമാണ്. അപ്പോൾ അവരുടെ അമേരിക്കൻ റിഫൈനറീസ് തന്നെ പറഞ്ഞു, നിങ്ങൾ വെനിസുലയൊക്കെ പിടിച്ച് കീഴടക്കി മെലൂറയൊക്കെ കൊണ്ടുവന്ന് തൂക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പ് ലൈനിൽ കൂടെ ഈ സാധനകത്തേക്ക് പോകണ്ടേ. സോ വി നീഡ് ടു ചേഞ്ച് ഇറ്റ്. അത് ചേഞ്ച് ചെയ്യാൻ സമയമെടുക്കും. അപ്പോൾ ട്രംപിന് വെനിസുലൻ എണ്ണ ആരുടെയെങ്കിലും തലയിൽ വയ്ക്കണം. റഷ്യൻ എണ്ണ തന്നെ ഇത് ചെയ്യാനായിട്ട് നമ്മുടെ റിഫൈനറി മോഡിഫൈ ചെയ്ത് നമ്മൾ റെഡിയാക്കി റഷ്യൻ എണ്ണ കൊണ്ടുവരുന്നു. അപ്പോഴാണ് വെനിസുലൻ എണ്ണ കൊണ്ടുവന്ന് ആര് റിഫൈൻ ചെയ്യൂടെ? ശരിയാ, അത് സാധിക്കണ്ടേ? നമ്മൾ റിഫൈനറി ഇപ്പോൾ ബൊംഗൈഗാൻ റിഫൈനറി ആസാമിൽ നമ്മൾ കുഴിച്ചെടുക്കുന്ന നമ്മുടെ എണ്ണ റിഫൈൻ ചെയ്യാനാണ് ബൊംഗൈഗാം റിഫൈനറി. പിന്നെ ബീഹാറിൽ ബറോണി റിഫൈനറി, അത് ആസാമിൽ നിന്ന് ബീഹാറിൽ വന്നിട്ട് അവിടെ റിഫൈൻ ചെയ്തിട്ട് ഹൽദിയാർ പോർട്ടിൽ കൊണ്ടുപോയിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ നാട് മുഴുവൻ നമ്മുടെ ആവശ്യത്തിനെടുക്കുന്നു. ഇത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ പറ്റും. ചില എണ്ണകളൊക്കെ പറ്റും, ചില എണ്ണകൾ പറ്റില്ല. ഭൂമിയുടെ കിടപ്പനുസരിച്ച് ഭൂമിക്കടിയിൽ നിന്നാണ് ഈ എണ്ണ വരുന്നത്. ഓരോന്നിനും ഓരോ പ്രോപ്പർട്ടിയാണ്, ഓരോ കെമിക്കലാണ്. ചിലതിൽ സൾഫർ കൂടുതലുണ്ടാകും, ചിലത് മെർക്കുറി കൂടുതൽ, പല രീതിയിലുള്ള കോമ്പിനേഷനാണ്. അതനുസരിച്ച് റിഫൈനറിയിലെ മെഷീനറിയിലോ പൈപ്പ് ലൈനിലോ ഒക്കെ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിയാലേ നമുക്ക് ക്രൂഡ് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ, സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരിടുന്നൊരു ഇഷ്യൂ ടി ജി പറഞ്ഞതാണ്. എങ്ങനെയാണ് ഈ പൊതുജനങ്ങൾക്കൊരു ക്ലാരിറ്റി എങ്ങനെ കിട്ടും? ട്രംപ് പറഞ്ഞതിൽ ഇപ്പോൾ മോദി മറിച്ച് പറയുകയില്ല, ട്രംപിനോട് മറുപടി പറയുന്നതിൽ കാര്യമില്ല. കാരണം അയാൾ മണിക്കൂറിന് മാറ്റി പറയുന്ന ഒരു കൂട്ടത്തിലാണ്, അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിലിപ്പോൾ ഒരു ഇന്ത്യൻ സൈഡിൽ നിന്ന് ഒരു തരം കീഴടങ്ങലിൻ്റെ സ്വഭാവം ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും? അത് തീരുമാനിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ കീഴടങ്ങുന്ന പ്രശ്നമില്ല എന്ന് നേരത്തെ മുതൽ നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് അഷുറൻസ് തന്നിട്ടുണ്ട്. 3 കാര്യത്തിൽ ഞാൻ കീഴടങ്ങുന്ന പ്രശ്നമില്ല. 1 ഈ കാർഷികോൽപ്പന്നങ്ങൾ, നമ്പർ 2 ഡയറി ഉൽപ്പന്നങ്ങൾ, നമ്പർ 3 സമുദ്രോൽപ്പന്നങ്ങൾ. എൻ്റെ മുക്കുവന്മാരെ കുഴപ്പത്തിലാക്കുന്ന, എൻ്റെ കർഷകരെ കുഴപ്പത്തിലാക്കുന്ന, എൻ്റെ പശു വളർത്തലിനെ കുഴപ്പത്തിലാക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല, പ്രാണം പോയാൽ പൊക്കോട്ടെ. ഇതാണ് പുള്ളി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പുള്ളി പാലിച്ചു. അതനുസരിച്ച് ബാക്കി സകലവരുമായിട്ടും പുള്ളി കരാറൊക്കെ ഒപ്പിട്ട് അമേരിക്കയുമായിട്ട് പറ്റില്ല, എന്നെ പൊന്നിയേട്ടാ നടക്കില്ല, എന്ത് വേണമെങ്കിൽ ചെയ്തു, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ട്രംപ് ഇങ്ങനെ പറയുന്നു. ശരി, അയാളത് പറയുന്നു, ഞാനത് പറഞ്ഞോട്ടെ അല്ലേ. പാകിസ്ഥാനുമായിട്ട് യുദ്ധം നിർത്തിച്ചത് ഞാനാണെന്ന് 36 തവണയും മറ്റേ അല്ല എന്ന് മോദി പറയാൻ പോയില്ല. മോദി ലോക്സഭയിൽ പറഞ്ഞു, ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ ഒരു മനുഷ്യനുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഈ യുദ്ധത്തിനിടയ്ക്ക് ട്രംപ് എന്നെ വിളിച്ചിട്ടില്ല, JD വാൻസ് വിളിച്ചിരുന്നു. JD വാൻസ് വിളിച്ചപ്പോൾ ഞാൻ ബിസി ആയിരുന്നു, ഫോൺ എടുത്തില്ല, അറ്റൻഡ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ JD വാൻസിനെ തിരിച്ചു വിളിച്ചു. അപ്പോൾ JD വാൻസ് പറഞ്ഞു, ഈ യുദ്ധം മുറുകാൻ പോവാണ്, പാകിസ്ഥാൻ 2 കൽപ്പിച്ചാണ്. ഞാൻ പറഞ്ഞു, ശരി, ഇപ്പോൾ 2 കൽപ്പിച്ചു, യുദ്ധം എപ്പോഴും 2 കൽപ്പിച്ചാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ലോഹിയൊക്കെ പറഞ്ഞു വെച്ചു. ഇതാണ് ആകെ നടന്നിരിക്കുന്നത്. JD വാൻസ് എന്നോട് യുദ്ധം നിർത്താനും പറഞ്ഞില്ല, തുടങ്ങാനും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ആകെ പറഞ്ഞത് പാകിസ്ഥാൻ വളരെ ഷാർപ്പായിട്ട് തിരിച്ചടിക്കും, സൂക്ഷിച്ചു. ഞാൻ പറഞ്ഞു, താങ്ക് യു, ഞങ്ങൾ സൂക്ഷിച്ചോളാം, കഴിഞ്ഞു. ഇതല്ലാതെ ട്രംപിനൊരു മറുപടി കൊടുക്കാൻ മോദി മുതിർന്നിട്ടില്ല. മോദി അമേരിക്കയിൽ വിസിറ്റ് ചെയ്തില്ല. ട്രംപ് വിളിച്ചിരുന്നു. G7 മീറ്റിങ്ങിന് കാനഡയിൽ പോയപ്പോൾ തിരിച്ചു പോകുന്ന ഇതിലെ ഒന്ന് കയറിയിട്ട് പോക്കും. കാനഡയിൽ നിന്ന് അടുത്താണല്ലോ അമേരിക്ക. ഒന്ന് കയറിയിട്ട് പോക്കും. മോദി പറഞ്ഞു, നമസ്കാരം, എനിക്ക് ഭുവനേശ്വറിൽ പോകാനുണ്ട്. വാസ്തവത്തിൽ വേണമെങ്കിൽ കയറിയിട്ട് പോകാം, കയറിയില്ല. കയറാൻ ഞാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ആസിം മുനീറിനെ അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആസിം മുനീറിനെ കൂടെ ഇരുത്തിയിട്ട്, മോദിയെയും കൂടെ ഇരുത്തിയിട്ട് ഇയാൾ പറയും, ഇവർ തമ്മിലുള്ള യുദ്ധം തീർത്തത് ഞാനാണ് കേട്ടോ എന്ന് പറയും. ഇരുന്ന് കൊടുത്താൽ ഇതാവും. അപ്പം ചാടി കയറി ക്യാമറ അല്ലല്ല ഇങ്ങനെ നുണയാ പറയുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ?
അയാളുടെ വീട്ടിൽ പോയിട്ട്. തീർച്ചയായിട്ടും. എന്തായാലും അതുകൊണ്ട് ഇപ്പോൾ മോദി അത് അവോയ്ഡ് ചെയ്തു. അതെ അതെ. അപ്പോൾ ടി ജി പറഞ്ഞ ഒരു ആ ഒരു ആത്മവിശ്വാസം മതി ഇന്ത്യക്കാർക്ക്. കാരണം ഇന്ത്യൻ ജനതയ്ക്ക് ദോഷം വരുന്ന ഒരു കരാറിന് ഞാൻ ഉണ്ടാവില്ല എന്ന് മോദി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇതുവരെ പാലിച്ചിട്ടുണ്ട്. നമ്മളത് അല്ല, വിശ്വസിക്കുന്നു. ഇനി അതിന്റെ ഡീറ്റെയിൽസ് ഇനി ഓരോന്നായിട്ട് പുറത്തു വരും, വന്നോളും. ഇനിയിപ്പോ നമുക്ക് അമേരിക്കക്കാർ തന്നെ വിടും. ട്രംപ് എന്താന്ന് വെച്ചാൽ പറയട്ടെ അല്ലേ. ഒരു ട്രംപ് കാര്യമുണ്ട് കേട്ടോ, ഈ അമേരിക്കയിൽ ഈ രഹസ്യങ്ങൾ അധികം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ആ, അവിടെ തീർത്തും സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്ന ഗ്രൂപ്പ്സ് ഉണ്ട്, ആ, എക്കണോമിസ്റ്റുകളുണ്ട്, യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരുണ്ട്, അവർ ഈ സത്യാവസ്ഥ വിളിച്ചു പറയാം. അവർ പറഞ്ഞു തന്നെ സത്യം നമ്മൾ അറിയും. ഇപ്പോൾ ഈ ജെഫ്രി സാക്സ്, ആ. എന്താ ആ മനുഷ്യന്റെ ക്രിറ്റിസിസം ട്രംപിന്, അമേരിക്കക്കാരനാണ്. ശരി, കറക്റ്റ്. ഞാൻ നോക്കുന്നത് ഒരു ഇന്ത്യക്കാരനാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റി ഇങ്ങനെ പറയുന്നതെങ്കിൽ നമ്മളെല്ലാം ചേർന്ന് അയാളെ തല്ലും. അല്ല, ട്രംപ് അയാളെ അതുണ്ട്. തൊടുന്നില്ല. അമേരിക്കക്ക് ആ ഒരു സൈഡ് ഉണ്ട് അല്ലേ, ഭയങ്കരമായിട്ട്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. സത്യാവസ്ഥ ലോകത്തിന്റെ എവിടുന്നെങ്കിലുമൊക്കെ ആയിട്ട് വിവരങ്ങൾ വരും. മോദി പറഞ്ഞില്ലെങ്കിൽ പോലും മോദി പറയാതിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സംസ്കാരത്തിനും അതാണ് നല്ലത് എന്നുള്ളത്. ഒപ്പിട്ട കരാർ രഹസ്യമായിട്ട് വയ്ക്കാൻ പറ്റില്ല. അതെ, ഒപ്പിട്ട കരാർ വെളിപ്പെടും. തീർച്ചയായിട്ടും നമ്മൾ അറിയാൻ കുറച്ച് സമയമെടുത്താലും വസ്തുതാപരമായി തന്നെ നമുക്ക് വിവരങ്ങൾ കിട്ടും എന്ന് ധരിക്കാം. തീർച്ചയായിട്ടും മോദിയുടെ ഇപ്പോഴത്തെ ഈ കമന്റുകളൊക്കെ നമ്മൾ ട്രോളായിട്ട് തന്നെ കണ്ടാൽ മതി. ട്രംപ് അതേ അർഹിക്കുന്നുള്ളൂ അല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.